നമസ്കാരം. ഇന്ന് ചിങ്ങമാസത്തിൽ തിരുവോണമാണ്. ഇന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഓണാനുഭവങ്ങളും ഇന്നത്തെ ഓണവും തമ്മിൽ വളരെ വലിയ വ്യത്യാസം കാണാൻ കഴിയും. ഞാൻ ആ കാലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണ്. അത് ഞാൻ ജനിച്ചു വളർന്നത് തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് തന്നെയുള്ളൊരു കുഗ്രാമത്തിലാണ്. ഞങ്ങളുടെ നാട്ടിലൊന്നും കറണ്ടില്ല, സൈക്കിളിനപ്പുറം ഒരു വാഹനമില്ല, റോഡില്ല. നാട്ടുവഴി എന്ന് പറഞ്ഞാൽ വെറും മണൽ വഴികൾ മാത്രമാണുള്ളത്. എറണാകുളത്തോ മറ്റോ പോകണമെങ്കിൽ വഞ്ചിക്ക് യാത്ര ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് ഓർക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ കാലം. ആ കാലത്ത് വലിയ ആഘോഷങ്ങളില്ല. കറണ്ടില്ലാത്തതുകൊണ്ട് റേഡിയോ പോലും ഇല്ല. അപ്പോൾ യാതൊരു ആഹ്ലാദ പ്രകടനത്തിനുള്ള വഴികളൊന്നും അന്നില്ല. ആകെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ മാത്രമാണെന്ന് ആഘോഷങ്ങൾ. അന്ന് ഓണം ഞങ്ങൾക്കൊരു കാത്തിരിപ്പായിരുന്നു. ഇന്നിപ്പോൾ ഓണത്തിന് വലിയ കാത്തിരിപ്പുകളൊന്നും ഓണത്തിനില്ല. കാര്യം ഓണത്തിന് എന്തെല്ലാം കിട്ടുന്നോ അതൊക്കെ എക്കാലത്തും സുലഭമാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്നില്ല. എന്നും ഓണമെന്ന് പറയാൻ വീടുകളിൽ ഒരു ഉപ്പേരിയോ ഒരു പപ്പടമോ ഒരു പായസമോ ഒക്കെ എന്നും കിട്ടുന്ന വീടുകളല്ലേ. അന്നൊരു പപ്പടം കാച്ചണമെങ്കിൽ അല്ലെങ്കിൽ ഉപ്പേരി വറക്കണമെങ്കിൽ പായസം ഉണ്ടാക്കണമെങ്കിലൊക്കെ അന്ന് ഓണം വരണം. കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും അന്ന് ആളുകളുടെ കയ്യിൽ പണമില്ല, ഉദ്യോഗമുള്ളവർ കുറവാണ്. അന്ന് ഈ കമ്പനികളും കൊച്ചിൻ പോർട്ടും ഈ എറണാകുളത്തിന് ചുറ്റുമുള്ള വ്യവസായ സ്ഥാപനങ്ങളൊന്നും ഇല്ല, ബാങ്കുകളൊക്കെ കുറവ്. ആകെയുള്ളത് ഞങ്ങളുടെ നാട്ടിലെ സ്കൂളാണ്. അതാണ് വലിയ സ്ഥാപനം. അന്ന് ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥൻ നാട്ടിലുള്ളത് സ്കൂൾ മാഷാണ്. അന്ന് എൻ്റെ അച്ഛൻ പനങ്ങാട് സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഒരച്ഛൻ്റെ കുടുംബം സ്ഥാപിച്ച സ്കൂളായിരുന്നു അത്. അപ്പോൾ അത് അങ്ങനെ അധ്യാപകരൊഴിച്ചാൽ പൊതുവെ ജോലിയുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ ആളുകളുടെ കയ്യിൽ പണമില്ല. നമ്മൾ കൃഷിക്കാരാണ്. പക്ഷെ ഒരിടത്തും ദാരിദ്ര്യമില്ല. എല്ലായിടത്തും കൃഷി, നെല്ലും തെങ്ങും ഒക്കെ ഉള്ളതുകൊണ്ടും പറമ്പിലൊക്കെ എല്ലാ പച്ചക്കറികളും പറമ്പിൽ ഉണ്ടാകുന്നത് കൊണ്ടും പിന്നെ പശുക്കളെല്ലാ വീട്ടിലൊക്കെ ഉള്ളത് കൊണ്ടും വീടുകളിലൊന്നും ദാരിദ്ര്യമില്ല. എനിക്കാണെങ്കിൽ അച്ഛനൊരു സ്കൂൾ മാഷുമായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഓണം എല്ലാവർക്കും വലിയ ആഹ്ലാദമായിരുന്നു. ഓണം ഞങ്ങളുടെ ഓർമ്മ കുട്ടിക്കാലത്ത് പൂവിടുന്നതാണ്. ഞാൻ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സിൻ്റെ കുറച്ച് കാലവും പഠിച്ചത് എൻ്റെ അമ്മയുടെ നാട്ടിലാണ്, അരൂക്കുറ്റി, തിരുവിതാംകൂറിലാണത്. പക്ഷേ തിരുവിതാംകൂറിൽ വലിയ ഓണാഘോഷം കൊച്ചിയിലെ പോലെ അന്നില്ല. പൂവിടലൊന്നും തിരുവിതാംകൂറിൽ അക്കാലത്ത് ഞങ്ങളുടെ വീടുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കൊച്ചിയിൽ വന്നപ്പോൾ ഓണം വളരെ പ്രധാനമായിട്ട് കുട്ടികൾക്ക് ആഹ്ലാദമുള്ളത് പൂവിടൽ തന്നെയാണ്. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് ഏറെ ദൂരെ ചെറിയ പൂക്കൂടകളൊക്കെ ഉണ്ടാക്കി പൂക്കൾ പറിക്കാൻ പോയ ഒരു കാലം. പൂക്കൾ പണം കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ അന്നൊരു ഇത് വിഡ്ഢിത്തമാണെന്നേ ആൾക്കാർ പറയുള്ളൂ. പണം കൊടുത്ത് പൂ മേടിക്കുന്നോ? വളരെ ദൂരെ പോകും പൂ പറിക്കാൻ. പ്രധാനം തുമ്പപ്പൂ തന്നെ, അരിമണിപ്പൂവ്, ഒരു ചെറിയ ഒരു തരം പൂക്കളാണ്. പിന്നെ പാടത്തുനിന്ന് പറിക്കുന്ന ഓണപ്പൂവ്, പിന്നെ പറമ്പിൽ കാണുന്ന നിരവധി പൂക്കൾ. ഇതിങ്ങനെ നടന്ന് ഒരു 1/2 കിലോമീറ്റർ വരെ അകലെയൊക്കെ പൂക്കൾ പറിക്കാൻ പോകും. ആ ദിവസങ്ങളിലൊക്കെ അത്തത്തിന് പൂവിടുന്നത് ഒരു ചെറിയ പൂക്കളം,
തുമ്പപ്പൂവും തുമ്പക്കുടവും ചേർത്താണ് പൂവിടുക. അത്രേ ഉണ്ടാവുള്ളൂ അത്തത്തിന്. അത് കഴിഞ്ഞാൽ പൂക്കളം വലുതായി വലുതായി വരും. ഞങ്ങൾ പരീക്ഷ കഴിയുമ്പോൾ പൂ പറിക്കാനുള്ള സമയവും കിട്ടും. അവസാനം ഉത്രാടത്തിന് വളരെ വലിയ പൂക്കളം. മൂലത്തിന് മൂല വയ്ക്കുക എന്ന് പറയും. അന്ന് മൂല വച്ചിട്ട് ഉള്ളത്. അങ്ങനെ ഉത്രാടത്തിന് വലിയ പൂക്കളമാകും. അപ്പോൾ പൂക്കളം ഇടുക വലിയൊരു ആഹ്ലാദ ഓണത്തിൻ്റെ. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് എതിരേൽപ്പ്. അത് തലേന്ന് തന്നെ എതിരേൽപ്പിനുള്ള വട്ടങ്ങളൊക്കെ തുടങ്ങും. മുറ്റത്ത് തറ കെട്ടി നല്ല പശയുള്ള മണ്ണ് ചെളി കൂടെ ചേർന്നത് കുളത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അതുകൊണ്ടൊരു ചുറ്റും തടം കെട്ടി അതിൽ കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്ത് അതിന് നടുക്കൊരു പീഠം വച്ച് ഒരു നടുക്കത്തെ തറയിൽ ഇല വച്ച് അതിൽ തൃക്കാക്കരപ്പനെ വച്ച് തെങ്ങിൻ പൂക്കുലയും ഒക്കെ വച്ച് തലേന്ന് തന്നെയൊക്കെ അലങ്കരിച്ച് വയ്ക്കും. വെളുപ്പിനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 3:30-4 മണിക്ക് എഴുന്നേറ്റാൽ കുളിച്ച് ഒരു മുണ്ടെടുത്ത് ഒരു ഏത്താപ്പ് ഉത്തരീയം കെട്ടി പടിക്കലേക്ക് പോകും. അമ്പും വില്ലും ഉണ്ടാവും. അട, പൂവട, സാധാരണ അട തന്നെ, ഒരു ഉപ്പ് ചേർക്കില്ല. അരിപ്പൊടിയിൽ പൂവട വച്ച് പടിക്കൽ പോയി തൃക്കാക്കരപ്പനെ എതിരേൽക്കും. തലേദിവസം വരെ പൂവാണെങ്കിൽ അന്ന് തുമ്പക്കുടമാണ്. തുമ്പക്കുടവും ചെത്തിപ്പൂവാണ്. ആ ചെത്തിപ്പൂ വീട്ടിൽ എതിരേറ്റ് ചെത്തിപ്പൂ വെതറി സ്വീകരിച്ച് കൊണ്ടുവന്ന് അട നിവേദിച്ചിട്ട് സ്വീകരിച്ച് കൊണ്ടുവന്ന് കുളത്തിൽ കൊണ്ടുപോകും. കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കുക എന്നുള്ള സങ്കല്പത്തിൽ കുളത്തിൻ്റെ കരയിൽ വച്ചിട്ട് അവിടെയും ഈ അട നിവേദിച്ച് അമ്പും വില്ലും എയ്ത് കൊണ്ടുവന്ന് തൃക്കാക്കരപ്പനെ കൊണ്ടുവന്ന് നടുക്കുള്ള പീഠത്തിൽ സങ്കല്പിച്ച് ഒരു നാളികേരം മുറിച്ച് വട്ടം ഇങ്ങനെ കൈ പിണച്ച് പിടിച്ച് അതിനുള്ളിലെ ആ നാളികേരത്തിൻ്റെ ജലമെടുത്ത് 2 കൈ കൊണ്ടും തളിച്ച് അങ്ങനെ ചില കർമ്മങ്ങളൊക്കെ അതൊക്കെ മുതിർന്നവർ പറഞ്ഞു തരും. അതൊക്കെ ചെയ്ത് 4 മൂലയ്ക്കലും 4 വാതിൽ വെച്ചിട്ടുണ്ടാവും. 4 വാതിൽക്കലും തെങ്ങിൻ പൂക്കല കൂടെ വച്ച് അട വച്ച് അട നിവേദിക്കും. അത് കഴിഞ്ഞ് തൃക്കാക്കരപ്പനെ സങ്കല്പിച്ച് അറയിൽ വച്ചിട്ട് വിളക്ക് വച്ചിട്ട് മുൻമറ വാതിലിൽ അണിയും. അണിയുക എന്ന് പറഞ്ഞാൽ കൈ അരിപ്പൊടിയിൽ മുക്കിയിട്ട് ആ കൈ കൊണ്ട് പതിച്ച് അണിയുക എന്ന് പറയും. അത് ഇതാണ് വെളുപ്പിന് ഓണത്തിനുള്ള പ്രധാനപ്പെട്ട ചടങ്ങ്. അതിന് കുരവേ ആർപ്പൊക്കെ ഉണ്ടാവും. വെളുപ്പിന് എണീറ്റാൽ കേൾക്കാം, ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുരവ കേൾക്കാം, ആർപ്പ് കൂടിയും കേൾക്കാം. പിന്നുള്ളത് ഓണസദ്യയാണ്. അപ്പം തന്നെ 4 മണി 5 മണി മുതൽ ഓണസദ്യക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. ഓണസദ്യക്ക് ഉപ്പിലിട്ടതെന്ന് പറയാറില്ല നമ്മൾ പണ്ട്. മാങ്ങാക്കറിയും അല്ല നാരങ്ങാക്കറിയും ഇഞ്ചിക്കറിയൊക്കെ അതൊക്കെ നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കും. ഉപ്പേരിയും 4 തരം ഉപ്പേരി ഉണ്ടാവും. ശർക്കര ഉപ്പേരി ഉണ്ടാവും, കായ 4 മുറിച്ച് വറുത്തതുണ്ടാവും, ചേനയുണ്ടാവും, ചേമ്പുണ്ടാവും. പിന്നെ വെളുപ്പിലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും, കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. പക്ഷെ ഞങ്ങളുടെ കാലത്ത് സാമ്പാർ വന്നു തുടങ്ങി. അതിനു മുമ്പൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഇളമന ഹരിസാറിനോടൊക്കെ സംസാരിക്കുമ്പോൾ പറയണത് അവരുടെ കാലത്ത് സാമ്പാറില്ല, സാമ്പാറും അവിയലും ഇല്ല. ഇന്ന് കാളൻ, ഓളൻ, എലിശ്ശേരി, ഉപ്പിലിട്ടത്, പിന്നെ ഉപ്പേരി, പപ്പടം, പഴം നുറുക്ക്, ഇതൊക്കെയായിരുന്നു പഴയ കാലത്തുനിന്ന് ഞാനും വായിച്ചിട്ടുണ്ട്. സാമ്പാറും അവിയലൊക്കെ പിന്നീട് വന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് കാണുന്ന ഇത്ര വിഭവങ്ങളൊന്നുമില്ല. 4 കൂട്ടം മതി. പിന്നെ പഴം നുറുക്ക്, പിന്നെ പലതരത്തിലുള്ള ഉപ്പേരികളും. ഓണത്തിന് മുമ്പ് തന്നെ കാഴ്ച കൊണ്ടുവന്ന് തുടങ്ങും. അതിൽ വലിയ അനുഭവമായിരുന്നു കേട്ടോ. നമ്മുടെ പറമ്പിലെ കുടിയാന്മാരായ ആൾക്കാരെ കാഴ്ചക്കൊലകൾ അവരവരുടെ പറമ്പിൽ കൃഷി ചെയ്തുണ്ടാക്കിയ കൊലകളാണ്. വാഴക്കൊല, വലിയ മത്തങ്ങ, കുമ്പളങ്ങ, ചേന,
ഇങ്ങനെയുള്ള കാർഷിക വസ്തുക്കളൊക്കെ ആയിട്ട് ഓണത്തിന് 3-4 ദിവസം മുമ്പേ അവർ വന്നു തുടങ്ങും. ഇതെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ തന്നു കഴിയുമ്പോൾ അവർക്ക് പകരം അരി, വെളിച്ചെണ്ണ, നാളികേരം, പിന്നെ മുണ്ട്, ഇത്തരം കാര്യങ്ങൾ അവർക്ക് കൊടുക്കും. അപ്പോൾ അതൊരു കൊടുക്കൽ വാങ്ങൽ പ്രധാനമായിരുന്നു ഓണക്കാലത്ത്. പ്രധാനമായിട്ടും ഓണത്തിന് സദ്യ തന്നെ. പിന്നെ അന്ന് ധാരാളം ഓണക്കളികളുണ്ട്. ഈ പരിഷ്കാര കളികളൊന്നുമല്ല നാട്ടിൽ, കുട്ടികളുടെ കളികൾ. ഊഞ്ഞാലിടും. പിന്നെ ഓണക്കാലത്ത് രാത്രിയിൽ തിരുവാതിര കളി, അമ്മമാരുടെ തിരുവാതിര കളി. അത് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊണ്ട് ഓണത്തിനുണ്ട് രാത്രി തിരുവാതിര കളി. പിന്നെ നാട്ടിൽ പുറത്ത് പലയിടത്തും വട്ടക്കളി എന്നുള്ള പേരിൽ എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത്. പുരുഷന്മാർ കളിക്കുന്ന, ചാടി പാട്ട് പാടി കളിക്കുന്ന ഒരു വട്ടക്കളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ പിൽക്കാലത്ത് വള്ളംകളി. ഞങ്ങളുടെ നാട് കായലിൻ്റെ തീരത്താണ്. ചെറിയ തോതിൽ വള്ളംകളി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വലിയ വള്ളംകളിയായിട്ട് മാറി. പിന്നെ ഉള്ളത് വസ്ത്രങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കുട്ടികൾക്ക് വസ്ത്രത്തിന് ക്ഷാമമൊന്നുമില്ല. എപ്പോഴും വസ്ത്രങ്ങളാണ്, പുതിയ വസ്ത്രങ്ങൾ എപ്പോഴും മേടിക്കുന്നവരാണ്. പിന്നെ ഓണക്കാലത്ത് വസ്ത്രത്തിന് എന്ത് താല്പര്യം? ഞങ്ങളുടെയൊക്കെ കാലത്ത് ഓണത്തിനാണ് പ്രധാനമായിട്ട് എല്ലാവരും വസ്ത്രം വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ ഓണത്തിന് പുതിയ വസ്ത്രം നമ്മുടെ മുതിർന്നവർ ഒരു പുതിയ വസ്ത്രം ഓണത്തിന് കിട്ടുന്നു എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു ഓണക്കാലത്ത്. പലപ്പോഴും കിട്ടുന്നത് ചിലപ്പോൾ ഓണമുണ്ടായിരിക്കും, കസവുമുണ്ട്. ഷർട്ടിലും ട്രൗസറിനൊക്കെയുള്ള തുണി കിട്ടിയ സന്തോഷവും. അങ്ങനെ ഓണക്കാലത്ത് പുതിയ വസ്ത്രങ്ങൾ കിട്ടുന്നു എന്നുള്ളത്. പിന്നെ ഈ സിനിമ കാണലൊന്നും ഇല്ല, സിനിമയില്ലല്ലോ, സിനിമാ തിയേറ്ററില്ല, സിനിമ കാണലില്ല. പിന്നെ അത്യാവശ്യം ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോവുക. ഇത്രയൊക്കെ ഉള്ളായിരുന്നു അക്കാലത്തെ ഓണാഘോഷങ്ങൾ. ഓണം അന്നാണോ ഇന്നാണോ ഒക്കെ ആമെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഒരു സദ്യ ഉണ്ടായിരുന്നു ആർക്കും കൊതിയില്ല. അന്നൊരു പപ്പടം കാച്ചിയതും സദ്യയും പായസമൊക്കെ കുട്ടികൾ കാത്തിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ എന്നും സദ്യയും എന്നും പായസമുള്ള കാലമല്ലേ. പിന്നെ ഇന്ന് ആഹ്ലാദിക്കാൻ ധാരാളം കളികളും വഴികളും ഒക്കെ ഉണ്ട്. അന്ന് സിനിമ പോലും ഇല്ല. അപ്പോൾ ആഹ്ലാദിക്കാനുള്ള വക കുറവാണ്. അപ്പോൾ ഇതൊക്കെ വലിയൊരു ആഹ്ലാദമായിരുന്നു. ഇന്ന് കാണുന്നത്ര വലിയ ആഘോഷങ്ങളൊന്നും അന്ന് ഓണത്തിനുണ്ടായിരുന്നില്ല. സദ്യയും ഇത്ര കേമമായിരുന്നില്ല. പക്ഷെ ഓണം ഒരു സന്തോഷം തന്നു, മനസ്സിലൊരു സന്തോഷമുണ്ട് ഓണം. ഇന്നിപ്പോഴോ ആ സന്തോഷം ഇല്ല. ഓണത്തിന് ഞാൻ ഇന്ന് എൻ്റെ ചുറ്റുവട്ടടുത്തുള്ള നോക്കുമ്പോൾ ഇന്ന് എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഓണത്തിന് വേണ്ടി കാത്തിരുന്ന ദിവസങ്ങളും ഓണം നൽകിയ സന്തോഷങ്ങളൊന്നും ഇന്നില്ല. കാര്യം ഇന്ന് ഓണത്തിൻ്റെ മഹത്വം അറിയാതെ പോയത് എന്നും ഓണമായതുകൊണ്ടാണ്. മാത്രമല്ല ഇന്ന് വീട് തോറും കയറിയിറങ്ങി പൂ പറിച്ച് നടക്കലില്ല. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കൾ വിലക്കെടുക്കലാണ്. സത്യം ആലോചിക്കാറുണ്ട്, എന്ത് സന്തോഷമുള്ളത് അതിനകത്തുള്ളത്. വിലയ്ക്ക് പൂ മേടിച്ചിടുക എന്നുള്ളത്. അപ്പോൾ പണമുള്ളവന് വലിയ പൂക്കളം ഇടാൻ പറ്റും. പക്ഷെ ഞങ്ങളാരും വിലയ്ക്ക് പൂക്കളം മേടിച്ച് പൂക്കളം ഇട്ടൊരു കാര്യത്തെപ്പറ്റി സങ്കല്പിച്ചിരുന്നില്ല. അപ്പോൾ അന്ന് ഇത്രത്തോളം ആർഭാടമൊന്നും ഇല്ലെങ്കിലും അന്ന് വലിയ സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം അന്ന് ആഹ്ലാദിക്കാൻ മറ്റൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കറണ്ട് പോലും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് ആഹ്ലാദിക്കാനുള്ളത്? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് നാട്ടിൽ കറണ്ട് വരുന്നത്. അത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. കാര്യം മെയിൻ റോഡിൽ കൂടെ വഴി കറണ്ട് പോയി, കമ്പി പോയി. പിന്നെ എത്ര ഉള്ള എൻ്റെ വീട് അങ്ങോട്ട് വരാനുള്ള താമസം. ഒരു റോഡില്ല, വെറും നാട്ടുവഴി മാത്രം. ഞങ്ങളതിന് പറയുന്ന റോഡൊന്നല്ല, നാട്ടുവഴി എന്നാണ്. വഴി വെറും പൂഴിയുള്ള വഴി മാത്രം. അപ്പോൾ ആ കാലമാണ്. ആ കാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അന്നും ഇന്നുമുള്ള ഓണത്തിൻ്റെ വ്യത്യാസം മനസ്സിലേക്ക് വരികയാണ്. പക്ഷെ അന്ന് ആഹ്ലാദിക്കാൻ വഴികളൊന്നും ഇല്ലാതിരുന്നുകൊണ്ടും
ഒരുപാട് പണമൊന്നും ആളുകളുടെ കയ്യിലില്ലായിരുന്നുകൊണ്ടും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെ വലിയ സന്തോഷമായിരുന്നു. നാട്ടിൽ 10 രൂപ കയ്യിലെടുക്കാനുള്ളവരുടെ എണ്ണം ചുരുക്കമായിരുന്നു. ഒന്നുകിൽ കൃഷിക്കാർ, കാർഷിക തൊഴിലാളികൾ, അത്യാവശ്യം ജോലി അധ്യാപകർ, ഇതിനപ്പുറമൊന്നും ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് നിന്ന് നോക്കുമ്പോൾ അന്നും ഇന്നും തമ്മിലുള്ള ഓണത്തിൻ്റെ വ്യത്യാസത്തെ ഒന്ന് ചിന്തിച്ചു പോയി എന്ന് മാത്രം. നമസ്കാരം.